അവർക്ക് കൊടുക്കാനുള്ള നിവേദനവും പിന്നെ നമ്മൾ പിരിച്ചെടുത്ത തുക പാർട്ടി ഫണ്ടിലേക്കുള്ള സംഭാവന രണ്ടും മിസ്റ്റർ ബിഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്റെ പ്രത്യേകമായ അഭ്യർത്ഥന തുടർന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ മിനിസ്റ്ററെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാണ്. ആ നമ്പർ എന്തായാലും നമ്പർ 88037. ഔസപ്പേ, ഇനി നിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ തോന്നിവാസം ഒന്നും ഇവിടെ നടപ്പില്ല. കണക്ഷൻ കൊടുക്കാൻ വെള്ളം എവിടെ? മന്ത്രിയുടെ വീട്ടിൽ പോലില്ലേ വെള്ളം? പിരിഞ്ഞായി ഇവിടെ അല്ലേ? 88037 മിനിസ്റ്റർ ഓഫീസ് താനെ. ഒരു സെക്കൻഡ്. ഹലോ, can I speak to PWD minister? Pardon? I am Vishwanath here, minister's classmate. மினிஸ்டர் இப்ப இல்ல சார், கான்ஃபரன்ஸ் நடந்துகிட்டு இருக்கு. அது பரவாயில்ல, விஸ்வநாத் கூப்பிடுறதாக சொல்லுங்க. கான்ஃபரன்ஸ் பரவாயில்லையா? எந்த இடம் நினைச்சு பேசுறீங்க? முத்துகிருஷ்ணன் எப்ப வரும்? முத்துகிருஷ்ணன் தான் மினிஸ்டர் பேர் சொல்லியா கூப்பிடுறது? யாரா நீ? என்ன பத்தி அவன் நிறைய சொல்லிருக்கா. அவனா? உன்னை பத்தி சொல்றதா? ஸ்டூபிட். யாரா நீ? அவன் வைஃப் கேட்டாச்சா, வீட்டுல வர்றதுக்கு டைம் கிடைக்கலப்பா. டேய் பைத்தியக்கார ராஸ்கல், நீ எங்க இருந்து பேசுறது? தைரியம் இருந்தா சொல்லுடா, உன்னை இப்பவே நான் ஜெயிலுக்கு அனுப்புறேன். சொந்த விஷயம் கிடையாது. அவன் என்ன நினைச்சிட்டு இருக்கு? சிட்டில நிறைய இடத்துல அவன் வாட்டர் கனெக்ஷனே கொடுக்கலையே. என்ன உடனடியா நடவடிக்கை எடுக்க சொல்லு. சரி சரி பண்றியா? நான் நேரடியா அங்க வரேன், வந்து பேசுறேன். சும்மா வேண்டாம், பார்ட்டிக்கு பார்ட்டி ஃபண்ட்ல டொனேட் பண்றேன். என்ஜினியரா? இல்ல, இன்ஜினியர் இங்க ஒண்ணுமே பண்ணல, அதுதான் பேசிட்டு இருக்கேன். மூஞ்சி உடைச்சு ராஸ்கல் போங்கடா. முத்துகிருஷ்ணன் வந்தா விவரமா சொல்லுங்க, நான் நேரடியா அங்க வரேன். உங்க பேர் என்ன? ராஜமாணிக்கமா? ராஜமாணிக்கம் உங்க அப்பா ஸ்கவுண்டர். ഓക്കെ ബൈ ബൈ. മൂപ്പരുടെ വൈഫ് അന്വേഷിച്ചെന്ന്. അവൻ ലവ് മാരേജ് ആയിരുന്നേ. രജിസ്റ്റർ ഓഫീസിൽ ഞാനായിരുന്നു സാക്ഷി. ഏതായാലും നാളെ തന്നെ മുത്തുകൃഷ്ണനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കായേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓക്കെ. നമുക്ക് കുടിക്കാൻ എന്താണാവോ? പോയാ തന്റെ കൂട്ടുകാരൻ ശരിക്കും PWD മിനിസ്റ്റർ കൂടെ പഠിച്ചാണോ? എന്താ? അല്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. വെറുതെ ചോദിച്ചെന്നുള്ളൂ. വെള്ളത്തിന് ക്യൂ നിൽക്കാൻ പോവായിരിക്കും. നമ്മൾ ശരിക്ക് പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ആരെന്നോ എവിടുന്ന് വന്നെന്നോ ഒന്നും കുട്ടിക്ക് അറിയില്ല. എങ്കിലും ഒരു സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിവിടെ കാലുകുത്തി അന്ന് ഇവിടെ ഒരു മഴ പെയ്തു. വളരെ നാളുകൾക്ക് ശേഷം ചിലരുടെ വരവ്, ചില സ്ഥലത്ത് ചില പുതുമകൾ വരുത്തുമെന്ന് മുകുന്ദൻ പറഞ്ഞത് നേരെ. അത് പോട്ടെ, ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യം. അന്ന് മഴയത്ത് ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സുമിത്രയെ കണ്ടപ്പോ എനിക്കെന്തോ വലിയ വിഷമം തോന്നി. മനസ്സിലെവിടെയോ നൊന്തു. ഇവിടെ പൈപ്പ് ലൈൻ വരുത്തണമെന്ന് ഞാൻ ദൃഢനിശ്ചയം എടുത്തത് അതുകൊണ്ടാണ്. അവൻ നിന്നോട് എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. മൂന്നാട്ടൻ എന്താ നിന്നെ? സുമിത്രയായിട്ട് സംസാരിക്കായിരുന്നല്ലേ? ഓ ചുമ്മാ. എന്നാ അത് വേണ്ട. അവളുമായിട്ട് സംസാരിച്ചാൽ നിനക്ക് ചീത്തപ്പേരുണ്ടാകും. എങ്ങനെ? എടാ, അവള് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരുത്തനായിട്ട് പ്രേമമായി. അയാൾ നാട്ടുകാരറിഞ്ഞ ആകെ പ്രശ്നമായി, നാറി മഹാമോശമായി. അപ്പൊ പ്രശ്നമില്ല, മുൻപരിചയുണ്ടല്ലോ. അതിരിക്കട്ടെ, നീ എവിടെയായിരുന്നു? ആർക്കെങ്കിലും പ്രേമലേഖനം കൊടുക്കാൻ പോയതായിരിക്കും. നീ എനിക്കതറിയാലോ. എടാ, എന്റെ പെങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടത് നാളെയാ. ഞാൻ കുറച്ച് രൂപ ഒപ്പിക്കാൻ പോയതാ. അവളുടെ ഭർത്താവിന്റെ അച്ഛൻ പറഞ്ഞത്രേ അവര് കൊടുത്തോളാമെന്ന്. അവർക്ക് കാശുണ്ടല്ലോ. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇത് നമ്മളെ ചില അവകാശങ്ങളല്ലേ. ഞാനൊരു ചായ ഇടാം. ഏട്ടനും നാട്ടില് പെണ്ണന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന് അമ്മ എഴുതിയത് വായിച്ചില്ലേ? ഇപ്പോഴൊന്നും വേണ്ടെന്ന് എത്ര വട്ടം എഴുതിയതാ. വിശ്വനല്ലേ?
ഏയ് വിശ, നീ എന്താ ഇവിടെ? ഞാൻ പറയാറില്ലേ എന്റെ പെങ്ങളാ ഇവളിവിടെ പഠിക്കുന്നത്. ശരിയാ, പെങ്ങളെ പറ്റി പറയുമ്പോ ഇവൻ 1000 നാക്ക. കണ്ടതിൽ വളരെ സന്തോഷം. മനസ്സിലായില്ലേ? മന്ത്രി തിരുനെൽവേലി മുത്തകൃഷ്ണന്റെയും എന്റെയും സഹപാഠി വിശ്വനാഥൻ. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, എടാ മുകുന്ദ, മുത്തുകൃഷ്ണന്റെ ക്ലാസ്മേറ്റ് ആണെന്നുള്ള ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. നിന്റെ കൂട്ടുകാരൻ, അത്രയും പദവി മതി. അത് നീ തടിയൂരാൻ നോക്ക ഇവളുടെ ജോലി കാര്യത്തിൽ അത് ശരിയാക്കിയേ പറ്റൂ. കോഴ്സ് കഴിയട്ടടാ. ഏതായാലും പ്രശസ്തമായ നിലയിൽ പാസ്സാവാൻ നോക്കിക്കോളൂ. എനിക്ക് ഇവിടുത്തെ പീഡിയാട്രിക്സ് പ്രൊഫസർ ഒന്ന് കാണണം. നാട്ടിലുള്ള ഒരാളുടെ ഒരു കേസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാ. സുലു കാണിച്ചു തരും. വേണ്ട, എനിക്ക് ആളിനെ അറിയാം. അപ്പോ വൈകുന്നേരം റൂമിൽ കാണാം. carry on. Yes. എന്ത് മിടുക്കനാണെന്നറിയാമോ? PWD മിനിസ്റ്ററുടെ PA ഒന്ന് വിറപ്പിച്ചു വിട്ടിരിക്കുക അവിടെ പൈപ്പ് ലൈൻ വരുത്താൻ. ശരി. ബൈ. പ്രൊഫസറെ കണ്ടില്ലേ? മുകുന്ദ പോയോ? പോയല്ലോ. സത്യത്തിൽ സുലോചനെ കാണാനാ ഞാനിപ്പോ വന്നത്. എന്തേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാൻ പോകുന്ന സത്യം ഒരു കാലത്തും മുകുന്ദേട്ടൻ അറിയില്ലെന്ന് സുലു എനിക്ക് വാക്ക് തരണം. എന്താന്ന് വെച്ചാ ഒന്ന് പറയൂ. പറയില്ലെന്ന് വാക്കുതാ. ഞാൻ പറയില്ല. സുലുവിന്റെ കല്യാണ സമയത്ത് അവൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചു. നാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാണ് ഞാനത് അവൻ അയച്ചു കൊടുത്തത്. ഇപ്പൊ ആ പ്രോപ്പർട്ടി ജപ്തി ചെയ്യാൻ പോവുക. മുകുന്ദന്റെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലുമില്ല. അവൻ സത്യസന്ധനാ. പക്ഷെ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. 5,000 രൂപയോളം ഞാൻ ഒരിടത്തുനിന്ന് സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ സുലുവിനോടിത് പറയാൻ പാടില്ലായിരുന്നു. രൂപ ഞാൻ തരട്ടെ? അത് മുകുന്ദൻ ഞാൻ അറിയാൻ. പറയില്ലെന്നേ. എന്ന് വേണം. എത്രയും പെട്ടെന്ന്. അടുത്ത തിങ്കളാഴ്ച ജപ്തി. അപ്പോ അടുത്ത ഞായറാഴ്ച ഒന്ന് എന്റെ വീട് വരെ വരുമോ? തീർച്ചയായും വരാൻ. ജപ്തിയല്ലേ? വരൂ, ഞാൻ അഡ്രസ് എഴുതി തരാം. ഓ, എന്താ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? ഇഡ്ഡലി എടുത്തു വെച്ചിട്ടുണ്ട് സുരേന്ദ്ര. പത്തനംതിട്ട ഞാൻ ഇവിടം വരെ വന്നത് ഇഡലി ഞാനല്ല. ഓ, സഞ്ചരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം അല്ലേ? എന്നാ നാളെ രാവിലെ നിനക്ക് ഒരു ആനയെ പൊരിച്ചു തരാം. അമ്മാവ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഇത്തരം നിലവാരമില്ലാത്ത ഫലിതങ്ങൾ അമ്മാവൻ അടിക്കരുത്. അതും മനുഷ്യനിവിടെ തീ ചവിട്ടി നിൽക്കുമ്പോ. അങ്ങനെ തീയിൽ നിൽക്കണ്ട, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തരാം. തീ അണച്ചേള. എന്റെ ഈശ്വര, പിന്നെയും ഫലിതം. എന്റെ പൊന്നമ്മാവ, കാശ് തന്നില്ലേലും വേണ്ടൂല്ല, ഫലിതം പറയാതെ. അതാ ഞാൻ പറഞ്ഞത്. നീ വേഗം നാട്ടിൽ പോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഫലിതം പറഞ്ഞു കൊല്ലും. എങ്ങനെ നാട്ടിൽ പോവും? ഗൾഫിലേക്കാണെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഇനി കൈ വീശിയെന്ന് അമ്മ കുറ്റിച്ചൂലെടുക്കും. ഇവിടെ ഞാൻ കൊടുവാളെടുക്കും. എടാ ദ്രോഹി, ആദ്യം നിനക്ക് ഞാൻ 5,000 തന്നു കെൽട്രോണിലെ ജോലിക്ക് മുക്കി. പിന്നെ ഞാൻ 3,000 തന്നു TTCക്ക് കൈക്കൂലി കൊടുക്കാൻ. കൊടുത്തില്ല, പോയില്ല. ഒടുവിൽ നിന്റെ പണ്ടാരം അടക്കാനായി 5,000 രൂപ തന്നു പിയർലെസിന്റെ അടവടയ്ക്കാൻ വേണ്ടി. അത് നീ അപ്പാടെ വിഴുങ്ങി. നിന്നെപ്പോലത്തെ ഒരു കള്ളൻ എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ആരാ? അമ്മാവൻ തന്നെ. എന്റെ അമ്മയുടെ 5 പവന്റെ മാലയും കട്ടുകൊണ്ട് അമ്മാവൻ കടന്നു കളഞ്ഞത് എനിക്കറിയാം. ഓ, 5 പവൻ കട്ടെങ്കിലേ അതോടെ ഞാൻ നന്നായി. നിന്നെ പോലെ തെണ്ടിയായില്ല. ഈ മദ്രാശിയിൽ വന്നു, ജോലി ചെയ്തു, ജനങ്ങളുമായി അടുത്തു, അവരുടെ നേതാവായി, കോർപ്പറേഷൻ മേയർ വരെയായി. നീ എന്തായടാ? തമിഴ്നാട്ടിൽ നേതാവാകാൻ വലിയ കഴിവൊന്നും വേണ്ട, അതുകൊണ്ട് അത് വിട്. ഈ പറഞ്ഞതിന്റെയൊക്കെ അപ്പുറത്ത് ഞാനുമായി തരാം. ഒരു 50,000 രൂപ. അമ്മാവാ, ഇങ്ങനെ മനസ്സാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഞാൻ അവസാനമായി ചോദിക്കുക, എനിക്കൊരു 50,000 രൂപ തരാൻ പറ്റുമോ? അവസാനമായി ഞാൻ പറയുന്നു, ഇല്ല. ആ, ചാവുന്നതിന് മുമ്പ് ഒരു പുൽത്തുരുമ്പിട്ട് തരാം. എത്ര ഇട്ട് തരും? നീ ദുബായിലോ ഗൾഫിലോ ചന്ദ്രനിലോ എവിടെ വേണോ പോയിക്കോ. കൂടി വന്നാൽ ഒരു 10,000. അതുപോരാ, ഒരു 45,000. ഇല്ല, 40. തരില്ല. എന്നാ 35. സാധ്യമല്ല. എന്നാ 30. പോടാ അവിടുന്ന്. പോവുക, ഞാൻ പോവുക. എനിക്ക് 10,000 രൂപ ഒന്നും വേണ്ട. 50,000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ 50,000 രൂപയുടെ നഷ്ടം വരുത്തി വയ്ക്കും. കാണാം. ഓ, കാണാം. മാലക്കള്ള ആരാടോ താൻ? താനാരാ? എന്റെ വീട്ടിൽ കയറി ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത്? അകത്ത് ഞങ്ങൾ ചില കുടുംബകാര്യങ്ങൾ സംസാരിച്ചത് താൻ കേട്ടോ? കാതുപത്തണമെന്ന് തോന്നിയില്ല. പിന്നെ എന്നെ താൻ എന്ന് വിളിച്ച് ബുദ്ധിമുട്ടണ്ട. എന്റെ പേര് മിസ്റ്റർ വിശ്വനാഥ്. ഇതെന്തുവാ?
ഇന്ന് തന്നെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും. ഇല്ല, പറയില്ല. താങ്ക് യു. ഇയാൾക്ക് എന്തിനാ ഇത്രയും കാശ് കൊടുത്തേ? ചുമ്മാ. ചുമ്മേ. നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. മനസ്സിലായിട്ട് എന്തിനാ? കാശില്ല കാശില്ല എന്ന് എപ്പോഴും ശ്ലോകം ചൊല്ലുന്ന അമ്മാവൻ ഏത് വകുപ്പിലാ നിങ്ങൾക്ക് കാശ് തന്നത്? നിങ്ങൾ ആരാ? സുലോചനയുടെ ചേട്ടനെ അറിയാം. എനിക്ക് ഒരുത്തനെ അറിയില്ല. ഇവിടെ മദ്രാശിയിലുള്ള എന്റെ മാഷെ പത്തനംതിട്ടയിൽ ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. അമ്മാവന്റെ മകന്റെ വിവാഹം പെട്ടെന്നാണ് നടത്തിയത്. ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല. ഞാൻ സുലോചനയുടെ ചേട്ടന്റെ ഫ്രണ്ട്. ഓ, അവനൊരു അത്താപ്പാടിയായിരിക്കും. കടം വാങ്ങാൻ നിങ്ങളെ അയച്ചായിരിക്കും അല്ലേ? അതൊന്നുമല്ല മിസ്റ്റർ. പിന്നെ നിങ്ങൾ പുറത്തു പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഇല്ല, പറയില്ല. ഒരാളോടും പറയരുത്. അമ്മാവനോടോ സുലോചനയോടോ. ഇല്ലെന്നേ. ഈ കാശ് സുലോചനക്ക് സർക്കാർ സർവീസിൽ ഒരു ജോലിക്ക് കൈക്കൂലി കൊടുക്കാനാണ്. നിങ്ങൾക്കാണോ കൈക്കൂലി? തിരുനെൽവേലി മുത്തുകൃഷ്ണൻ മിനിസ്റ്റർ എന്റെ ക്ലാസ്മേറ്റാ. അയാൾ മുഖേനയാ ജോലി ശരിപ്പെടുത്തുന്നത്. മിനിസ്റ്ററോ? അപ്പൊ എനിക്കൊരു ജോലി? നിങ്ങൾ ഡോക്ടറാണോ? ആയിട്ടില്ല. എങ്കിലായിട്ട് വാ. വേറെ വല്ല നല്ല ജോലിയും? ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഗൾഫിൽ പോകുന്നില്ലേ? അതിന് 50,000 രൂപ വേണമെന്ന് എവിടുന്ന് കിട്ടാനാ? അല്ല, സാറിന്റെ പേരെന്തോന്നാ പറഞ്ഞേ? വിശ്വനാഥ്. വിശ്വാസ് സാറേ, എന്നെ ഒന്ന് രക്ഷിക്കണം. കൈക്കൂലിയൊക്കെ നമുക്ക് കൊടുക്കാം. എത്ര രൂപ ശമ്പളം വേണം? ശമ്പളം എത്ര കൂടുതലായാലും കുഴപ്പമില്ല. നിങ്ങളും അമ്മാവനുമായുള്ള സംസാരമൊക്കെ ഞാൻ കേട്ടു. എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. നിങ്ങളെ സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആ ജോലി നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ അമ്മാവൻ എന്നോട് പിണങ്ങും. നിങ്ങളുടെ അമ്മാവന്റെ ഒരു കൂട്ടുകാരന്റെ മകന് പറഞ്ഞു വെച്ചിരിക്കുന്ന ജോലിയാണേ. അതങ്ങനെ മനസ്സിലിരിക്കട്ടെ. സ്വന്തം അനന്തരനോട് വഴിയാധാരമായി നടക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. മാസം 2500 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണേ. അയ്യോ എന്റെ പൊന്നു സാറേ, എന്നാ പിന്നെ ആ ജോലി എനിക്ക് തന്നെ വേണം. മുണീക്ക ഷൂസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വലിയ കമ്പനിയല്ലേ? അവിടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ്. പക്ഷേ അവിടുത്തെ MD-ക്ക് 10,000 രൂപ കൊടുക്കണം. ആ 10,000 അമ്മാവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ നിങ്ങളുടെ അമ്മാവൻ ഇതറിഞ്ഞാൽ? ജീവൻ പോയാലും മറ്റൊരു മനുഷ്യ ജീവിതം അറിയില്ല സാറേ. ഓ എന്റെ ഈശ്വര, 2,500 രൂപ. എന്റെ അമ്മാവനൊരു പാഠം പഠിപ്പിക്കാം. സാർ, അസിസ്റ്റന്റ് മാനേജർ ആവുമ്പോ കമ്പനി കാറൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ചിലപ്പോൾ. മോണിക്കയുടെ MD നേരിട്ട് കാശ് വാങ്ങിക്കാറില്ല. MD-യുടെ വലം കൈ ഒരാളുണ്ട്. കാശ് അയാളെ വേണം ഏൽപ്പിക്കാൻ. നിങ്ങൾ എന്റെ മരിച്ചുപോയ ഒരു സഹോദരനെ പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാൻ മറ്റേ പാർട്ടിക്ക് ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് നോക്കട്ടെ. ஹலோ, அந்த பவுடர் டின் எடுங்க. ஆமா, நீங்க யாருங்க? நான் மினிஸ்டர் திருநெல்வேலி முத்துகிருஷ்ணன் PA ராஜமாணிக்கம் பேசுறேன். அங்க விஸ்வநாத் கொஞ்சம் கிடைக்குமா? இல்லையா? சரி, வந்தா ஒரு விஷயத்த சொல்லுங்க. அந்த வட்டாரத்துல எக்ஸிக்யூட்டிவ் இன்ஜினியர் தெருவில பைப்லைன் விஷயமா பேசுறேன். தண்ணிக்காக பைப் கனெக்ஷன் கொடுக்காததுனால அந்த இன்ஜினியர் மேல நடவடிக்கை எடுக்க போறேன். மினிஸ்டர் திருநெல்வேலி முத்துகிருஷ்ணன் விஸ்வநாத் சார் கிட்ட நேரடியா பேச விரும்புறேன். தண்ணிக்கு இவ்வளவு லேட் ஆனதுல அவர் விஸ்வநாத் சார் கிட்ட மன்னிப்பு கேட்டதாக சொல்லுங்க. அந்த இன்ஜினியரை நாங்க சும்மா விட மாட்டோம். സംസാരം കേട്ടോ? ഇല്ല. എല്ലാം റെഡി ആയിട്ടുണ്ട്. 3 ദിവസത്തിനകം നമ്മൾ കാശ് കൊടുക്കണം. ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. സമയവും സ്ഥലവും അറിയിക്കാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം ഞാനിത് ശരിയാക്കി തരാം. ഓക്കെ? പൈപ്പ് ഇറക്കിയതിൽ അഴിമതി ഉണ്ടെന്ന് രാജാറാം കമ്മീഷൻ പറയുന്നു. ഈ കമ്മീഷൻ നിയമിച്ചവരാ? സർക്കാരല്ലേ? തെളിവെടുപ്പ് കഴിയുന്നത് വരെ പൈപ്പ് ഒരിടത്തേക്ക് മൂവ് ചെയ്യാനൊക്കെ ഇല്ല. ഈ തെളിവെടുപ്പിൽപ്പെടാത്ത പഴയ സ്റ്റോക്കില്ലേ സർ? ഉള്ളതൊക്കെ റിസർവറിന് എടുത്തോണ്ട് ഇട്ടിരിക്കല്ലേ? പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കാം മൂരാച്ചികള്. സാറേ, വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പേരിനെങ്കിലും തൽക്കാലം എന്താ ചെയ്ത പറ്റും? അതിന് പൈപ്പാണോ? അത് സാറിനോട് ചാടി കളിച്ചിട്ടുണ്ടാ? സാറിന് വല്ല സ്ഥലമാറ്റം വന്നു പോയാ
ഞാൻ ആ തെരുവിൽ മാറിപ്പോവും. എഞ്ചിനീയറുടെ അനാസ്ഥയാണെന്നാ മന്ത്രി പറയുന്നു. ഓഹോ ആ. എന്നാ താ ഒരു കാര്യം ചെയ്യ് സാറേ. ലോറി എടുത്ത് കേരളത്തിൽ പോ. ഓ. അവിടുത്തെ പഴയൊരു മന്ത്രി ധാരാളം പൈപ്പ് കൊണ്ടുവന്ന് റോഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അതവിടെ ജനങ്ങൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ആ. താൻ അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തോണ്ട് വാ. അയ്യയ്യേ സാറേ, ഇത് തമാശക്കളിയല്ല. നമ്മൾ ആപ്പീസിന്റെ പിറകില് ഡ്രെയിനേജിന്റെ പൈപ്പ് ഉണ്ടല്ലോ, അതെങ്കിലും തൽക്കാലം കുറെ അവിടെ കൊണ്ടുപോയി തട്ടി കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് വരുത്തി കൂട്ടിയാൽ മതി. ആ.